ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് പെയിൻ ബാം ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളതാണ്. ഒരു വീടായാൽ നമുക്കറിയാം, ഒരു തലവേദനയോ ഒരു ചതവോ ഉളുക്കോ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അന്വേഷിക്കുക ഒരു പെയിൻ ബാമാണ്. നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്ന വിക്സ്, അമൃതാഞ്ജൻ, അതുപോലെ തന്നെ ടൈഗർ ബാം തുടങ്ങിയ ധാരാളം പെയിൻ ബാമുകൾ നമുക്ക് ലഭ്യമാണ്. അതിനോട് കിടപിടിക്കുന്ന അതിനേക്കാളും ക്വാളിറ്റിയുള്ള അതിനേക്കാളും ക്വാണ്ടിറ്റിയിൽ നമുക്ക് സ്വന്തം വീട്ടിൽ വെച്ച് നമുക്ക് ഈ പെയിൻ ബാം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടിയുള്ള കിറ്റുകൾ, അതിൻ്റെ അസംസ്കൃത വസ്തുക്കൾ അടങ്ങിയിട്ടുള്ള കിറ്റുകൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും. അത് മാർക്കറ്റിൽ നിന്ന് വാങ്ങി നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ ഈ പറയുന്ന സാധനങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ ധാരാളം സമയത്തേക്ക് നമുക്ക് ഈ സാധനങ്ങൾ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കൂടുതലായി ഉൽപ്പാദിപ്പിച്ചാൽ നമുക്കത് അയൽ വീടുകളിലേക്കോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്കോ വിൽപ്പന നടത്തി സ്വന്തമായി ഒരു വരുമാനം കിട്ടുന്ന ഒരു തൊഴിലാക്കി നമുക്കത് മാറ്റാനായിട്ട് സാധിക്കും. അതപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. മാർക്കറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു കിറ്റ് നമുക്ക് 300-350 രൂപ വിലയുള്ള ഒരു കിറ്റാണ് നമുക്ക് ലഭിക്കുന്നത്. അത് എല്ലാ സാധനങ്ങളും, അതിൻ്റെ ടിന്നുകൾ സഹിതം എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒരു സാധനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പരിചയപ്പെടുത്താം. നമുക്ക് ആദ്യമായി കിട്ടുന്നത് ഇത് കിറ്റിലുള്ള സാധനമാണ് പെട്രോളിയം ജെല്ലി എന്ന് പറയും. ഈ പെട്രോളിയം ജെല്ലിയാണ് നമുക്ക് അതിനകത്ത് മേത്ത് തേക്കുമ്പോഴൊക്കെ നമുക്കറിയാം ഡ്രൈ ആയിട്ട് ശരീരം വരുമ്പോൾ നമ്മൾ ശരീരത്തിൽ തേക്കുന്ന സാധനമാണ്. അത് ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി ഒരു സാധനമാണ്. 200 ഗ്രാമാണ് അതിൻ്റെ അളവ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇത് മെന്തോൾ എന്ന് പറയുന്ന സാധനമുണ്ട്, അതുപോലെ തന്നെ മെഴുക എന്ന് പറയുന്ന സാധനമുണ്ട്, അതുപോലെ കർപ്പൂരം. ഈ 3 കെമിക്കൽ കൂടി നമ്മൾ 20 ഗ്രാം വെച്ച് അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പെയിൻ ഓയിൽ എന്ന് പറയുന്ന സാധനം. 50 ml ആണ് പെയിൻ ഓയിൽ നമുക്ക് ഈ കിറ്റിൽ ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ബോട്ടിലുകളുണ്ട്. ഇത് നമ്മൾ 3 കിറ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള ബോട്ടിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഏതാണ്ട് 100-110 ബോട്ടിലുകൾ വരും. 3 കിറ്റാണ്. ഇത് ഒരു കിറ്റാണ്. ഒരു കിറ്റിൽ നമുക്ക് 30-ലധികം ബോട്ടിലും ഉണ്ടാവും. അത് നിർമ്മിക്കാനുള്ള ഷീറ്റും അതിൻ്റെ നോട്ട് നമുക്കിതിനകത്ത് ലഭിക്കുന്നുണ്ട്. ആ നോട്ട് വെച്ച് നമുക്ക് ഈ സാധനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ പെയിൻ ബാം ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ നിറച്ച് വയ്ക്കുന്ന ടിന്നാണിത്. ഈ ടിന്നിൽ നമുക്ക് നിറച്ച് അങ്ങനത്തെ ഒരു 30-ലധികം ടിന്നുകൾ നമുക്ക് കിട്ടും. ഏതാണ്ട് 300 രൂപകളാണ് അതിനകത്ത് നമുക്ക് മുടക്ക് വരുന്നത്. അതായത് കേവലം 10 രൂപയ്ക്ക് ഈ ഒരു ടിന്ന് കിട്ടും. കേവലം ഇത്തരം ഒരു ടിന്നിൽ ലഭിക്കുന്ന ഒരു സാധനത്തിന് കേവലം 40 രൂപയോളം മാർക്കറ്റിൽ വില വരുന്നതാണ്. അതായത് 4-1 രൂപയ്ക്ക് നമുക്ക് വീട്ടിൽ തന്നെ പെയിൻ ബാം ഉണ്ടാക്കി നമുക്ക് ഉപയോഗിക്കാം. ശുദ്ധമായ പെയിൻ ബാമാണ്. ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ 300 രൂപ മുടക്കിയാണ് നമുക്കൊരു 300, ചില കടകളിലും 300, 325, 350 രൂപയ്ക്ക് വില വരുന്നുണ്ട്. ആവറേജ് 10 രൂപ വെച്ച് നമുക്ക് ഒരു ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ 300 രൂപയുടെ ഒരു കിറ്റ് വാങ്ങിച്ചാൽ നമുക്ക് 30-ലധികം ടിന്നുകൾ ഇത്തരത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഇത് ഉണ്ടാക്കി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുകയും അയൽത്ത് കൊടുക്കുകയും മറ്റ് സ്ഥാപനങ്ങളിലേക്കോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ കൊടുത്ത് നമുക്ക് ബിസിനസ് ചെയ്തുകൊണ്ട് നമുക്ക് വരുമാനം വർദ്ധിപ്പിക്കാവുന്ന ഒരു സ്വയം തൊഴിൽ പദ്ധതി കൂടിയാണ് ഈ പെയിൻ ബാമിൻ്റെ നിർമ്മാണം. നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത് 3 കിറ്റുകളാണ് ഒന്നിച്ചുണ്ടാക്കുന്നത്. ഏതാണ്ട് 115ഓളം ബോട്ടിലുകൾ ലഭിക്കത്തക്ക രീതിയിലുള്ള 3 കിറ്റുകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പഠിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അടുക്കളയും സ്റ്റൗവും യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്റ്റൗവിൽ വെച്ചാണ് നമ്മൾ ചൂടാക്കുന്നത്. അതിൽ വെച്ച് ചൂടാക്കി തിളപ്പിച്ച് നമ്മൾ എടുക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് അടുക്കളയിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ നമ്മൾ സ്റ്റൗവിൽ പോലെ ഞാനിവിടെ ഇൻഡക്ഷൻ കുക്കറാണ് ഉപയോഗിക്കുന്നത്. ഇൻഡക്ഷൻ കുക്കറാണെങ്കിൽ നമുക്ക് തീ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യം നമ്മൾ ഇൻഡക്ഷൻ കുക്കറിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഇടുന്നത് പെട്രോളിയം ജെല്ലിയാണ്. പെട്രോളിയം ജെല്ലി 1-2 കവറുകളിലായിരിക്കും ഇത് വരുന്നത്. അതിനുശേഷം അത് അതിനകത്തേക്ക് പിഴിഞ്ഞ് ശരിക്കും ഒഴിക്കുക. കൈകളിൽ ഇത് പറ്റും. ഇത് 2 കിറ്റിൻ്റെ സാധനങ്ങൾ ഒന്നിച്ച് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഇടുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റൗ ഓണാക്കരുത്. ഓണാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്രം കരിയാനുള്ള സാധ്യതയുണ്ട്. കാരണം പാത്രത്തിൽ വെള്ളവും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ആ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഉണങ്ങിയ പാത്രമായിരിക്കണം. ഉണങ്ങിയ പാത്രത്തിൽ നമ്മൾ ഈ സാധനം ഇടുന്നു. നമ്മൾ ഒരു കിറ്റിൻ്റെയും കൂടി അതിനകത്തേക്ക് ഇടുക. ഓക്കെ, നമ്മളിപ്പോൾ ഇതിൻ്റെ പെട്രോളിയം ജെല്ലി ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഇത് ഓൺ ചെയ്യുകയാണ്. ആദ്യം നമുക്ക് സ്വല്പം കൂട്ടിയിട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് ഉരുകി വരുന്നതനുസരിച്ച് കുറച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നോക്കാം, പെട്രോളിയം ജെല്ലി ഇതിനകത്ത് ഉരുകി ഇറങ്ങുന്നത്. അത് നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്താൽ മതി. ഇത് മൊത്തം ഉരുകി വെള്ളം പോലെ ആകും. അതുവരെ നമ്മൾ ഇത്രയും തീയിൽ തന്നെ ഇടുക. ഏതാണ്ട് നമ്മുടെ ഈ പെട്രോളിയം ജെല്ലി ഉരുകി തീർന്നിട്ടുണ്ട്. ഈ സമയം നമ്മളുടെ ഈ പാക്കറ്റിലുള്ള കർപ്പൂരം ഒന്ന് പൊടിക്കണം. ജസ്റ്റ് കൂട്ടിയിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് പൊടിച്ചാൽ മതി. ഇത് നമ്മൾ ഇതിനകത്തേക്ക് ഇടുമ്പോൾ പൊടിഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് ഈ കൂട്ടിയിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ നമ്മളുടെ ജെല്ല് രണ്ട് വെള്ളം പരുവത്തിനായിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ നമ്മൾ തീ കുറച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ മെഴുകിടുകയാണ്. നമ്മൾ മെഴുക്
ഡയറക്റ്റ് അതിൽ പൊട്ടിച്ചിട്ടാൽ മതി, അതിനകത്ത് ഉരുകി ചേർന്നോളും. മെഴുക് നമ്മളിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി അത് അതിനകത്ത് അലിയാനായിട്ട് ഉള്ള സമയം കൊടുക്കുക. മെഴുക് അതിനകത്ത് അലിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ആദ്യം പൊടിച്ചു വെച്ച കർപ്പൂരം അതിനകത്തേക്ക് ഇടുകയാണ്. കർപ്പൂരം നമ്മൾ അതിനകത്ത് ഇട്ടു. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. കർപ്പൂരം അതിനകത്ത് അലിഞ്ഞ് ചേരാനുള്ള സമയം നമ്മൾ വെയിറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ കർപ്പൂരവും മെഴുകും അതിനകത്ത് ഇട്ട് കഴിഞ്ഞു. ഇനി മെന്തോൾ എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് ഇതിനകത്ത് ഇടുന്നത്. ഈ മെന്തോളിന് മാർക്കറ്റിൽ ഒരു കിലോയ്ക്ക് 3500 വില വരുന്ന സമയമുണ്ട് ചിലപ്പോഴൊക്കെ. ഈ സാധനം നമ്മൾ ഈ പെയിൻ ബാം വലിക്കുമ്പോൾ നമുക്കൊരു കുത്ത് അനുഭവപ്പെടുന്ന ഇതാണ്. അത് ആ സാധനമാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നത്. അതിട്ടതിന് ശേഷം നമ്മൾ ശരിക്കും ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ മെന്തോൾ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൂക്കിലേക്കും കണ്ണിലേക്കും ഒക്കെ ഈ ബാമിൻ്റെ ഒരു കുത്തൽ നമുക്ക് കിട്ടുന്നുണ്ടാവും. ശരിക്കും അത് വലിക്കുകയാണെങ്കിൽ നമുക്ക് ജലദോഷം, മൂക്കടപ്പ് പോലുള്ള ഇതൊക്കെ നമുക്ക് മാറി കിട്ടും. ഇതൊന്ന് ശരിക്കും ചൂടായി തിളച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മളിനി പെയിൻ ഓയിൽ എന്ന് പറയുന്ന സാധനം, ഇതിന് വേദന സംഹാരി, നമ്മുടെ വേദനയൊക്കെ മാറ്റുന്നതാണ്. നമുക്ക് ഈ പെയിൻ ഓയിൽ ഡയറക്റ്റ് മേത്ത് തൂക്കാവുന്ന ഇടിവ്, ചതവ്, മുറിവ് പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കത് നേരിട്ട് നമുക്ക് ശരീരത്തിൽ തേക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. 3 കിറ്റിനുള്ളതായതുകൊണ്ട് നമ്മൾ 150 മില്ലി ആണ് ഇതിനകത്തേക്ക് ഒഴിക്കുന്നത്. ഇനി അല്പം ഹീറ്റ് കൂട്ടി കൊടുത്ത് ഒന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. അപ്പോൾ ഇതായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയം നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പെയിൻ ബാം ബേസിൽ റെഡി ആയിരിക്കുകയാണ്. ഇനി അത് ടിന്നിലേക്ക് മാറ്റുന്ന ചടങ്ങാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പോകാം. ഇതിപ്പോൾ നമ്മളിവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ നേരിട്ട് ഇതിന്ന് നമ്മൾ വലിക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ജലദോഷവും നീർക്കെട്ടും തൊണ്ടടപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറി കിട്ടും. അപ്പോൾ ഇത് നല്ല തിളച്ച സാധനമായതുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് ടിന്നിലേക്ക് ഒഴിക്കുന്നതിൽ ടിന്നിന് ഉരുകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നല്ല കട്ടിയുള്ള ടിന്നാണ്. പക്ഷേ നമുക്ക് ഒഴിക്കുമ്പോൾ അപകടമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കുറച്ച് സമയം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ആറാനായിട്ട് നമ്മൾ വെച്ചിരിക്കുക. ആ സമയം നമുക്ക് കുപ്പികളെല്ലാം റെഡിയാക്കാം. അപ്പോൾ നമ്മൾ കുപ്പികളെല്ലാം നിരത്തി കഴിഞ്ഞിരിക്കുകയാണ്. 100-115 കുപ്പികൾ വരും. ഇനി ഈ സാധനം നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് പകർന്നതിന് ശേഷം വേണം നമുക്ക് ഈ ടിന്നുകളിലേക്ക് ഒഴിക്കാനായിട്ട്. അല്ലെങ്കിൽ നേരിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വീട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് ഒഴിക്കും. നമ്മുടെ പെയിൻ ബാം നമ്മൾ ഉണ്ടാക്കിയത് ടിന്നുകളിൽ നിറച്ച് കഴിഞ്ഞു. ഇനിയൊരു 5 മിനിറ്റ് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം, അതൊന്ന് തണുത്ത് ഉറയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് അത് അടപ്പിട്ട് മുറുക്കാവുന്നതാണ്. നമ്മളുണ്ടാക്കിയ ബാം നമ്മുടെ ടിന്നിൽ ഏതാണ്ട് ഉറച്ച് തുടങ്ങി. ഈ സമയത്ത് നമുക്ക് ടിന്ന് പാക്ക് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മൾ നിർമ്മിച്ച പെയിൻ ബാം എന്ന് പറയുന്നത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഒരു 10 രൂപയാണ് നമുക്ക് ആവറേജ് മുടക്ക് വരിക. നിങ്ങൾക്കിത് മാർക്കറ്റിൽ 40 രൂപയിൽ മുകളിൽ വില വരുമ്പോൾ നമ്മൾ വീടുകളിലെ സ്ഥാപനങ്ങളിൽ ഇത് കൊണ്ടുപോയി വിൽക്കുകയാണെങ്കിൽ നമുക്ക് 20 രൂപയ്ക്കോ 30 രൂപയ്ക്കോ നമുക്ക് വിറ്റാൽ നല്ല മാർജിൻ ലഭിക്കും. നല്ലൊരു സ്വയം തൊഴിൽ സംരംഭമാണ് ഇത്. കെമിക്കൽസ് കിട്ടുന്ന ഡിറ്റർജൻറ്റ് ഐറ്റംസ് കിട്ടുന്ന ഷോപ്പുകളിൽ ഇത് കിട്ടുന്നതാണ്. എല്ലാ ടൗണുകളിലും തന്നെ ഇതുണ്ട്. അത് വാങ്ങിച്ച് നിങ്ങൾ ഈ പറയുന്ന ബാം നിർമ്മിക്കുക, സ്വന്തമായി ഉപയോഗിക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കുക, ഒരു ബിസിനസ്സായി ചെയ്യുക, അങ്ങനെ ഒരു വരുമാനം നേടുക. എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ ഈ ചാനലിൻ്റെ മറ്റ് പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതുമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.